തൊട്ടതന്നെ പൊന്നാക്കി മാറ്റിയ പ്രദീപ് രംഗനാഥൻ നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന് ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളും ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ റിവ്യൂ ഒക്കെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ റിവ്യൂകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജയൻ രവിയെ കേന്ദ്ര കഥാപാത്രമാക്കി കോമാളി എന്ന് പറഞ്ഞ സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ട് പ്രദീപ് രംഗനാഥൻ എത്തിയതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഡയറക്ട് ചെയ്ത ചിത്രങ്ങളും നായകനായിട്ടെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ വൻ ബോക്സ് ഓഫീസ് വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ട് മലയാളികൾക്ക് അഭിമാനകരമാം വിധം മമിതാ ബൈജുവാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങും മികച്ച അഭിപ്രായങ്ങൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റൊമാൻസിനും ആക്ഷനും കോമഡിക്കും ഇമോഷനും എല്ലാം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു എന്റർടൈനിങ് മൂവി തന്നെയാണ് ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ. ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം എത്തിയ ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമ ഇതാ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ രസകരമായിട്ടുള്ള ഒരു വേഷത്തിൽ ശരത് കുമാർ എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇതിനോട് തന്നെ വലിയ തരംഗമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. എന്തൊക്കെയാണ് ചിത്രത്തിലെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കീർത്തീശ്വരനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യോറിയനി വൈ രവിശങ്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ ഇതുവരെ കൂടാതെ തന്നെ ശരത് കുമാർ, രേഖ ഷെട്ടി, ഹൃദു ഹരുൺ, സദ്യ, രോഹിണി, ദ്രാവിഡ് ശർമ്മ, ഐശ്വര്യ ശർമ്മ, ഗരുഡ റാം തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം തമിഴ്നാട്ടിൽ വൻ വിജയമായിട്ട് മാറുമ്പോൾ കേരളത്തിൽ ആ വിജയം തന്നെ ആവർത്തിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ദീപാവലി റിലീസായിട്ട് എത്തിയ ഡ്യൂഡ് എന്ന് പറയുന്ന തമിഴ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂ അപ്ഡേറ്റ്സുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.